ഒരു വർഷം മുമ്പ് ഞാൻ മേടിച്ച ഗാഡ്ജറ്റ് ഒരു വർഷമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതിൻ്റെ റിവ്യൂ പറയാനാണ്. കഴിഞ്ഞ ബിഗ് ബോസിന് മുമ്പേ ഞാൻ വാങ്ങിച്ച സാധനമാണ്. ബിഗ് ബോസ് കാണാൻ വേണ്ടിയിട്ടാണ് വാങ്ങിച്ചത്. എനിക്കൊരു ഓവർ ഇയർ ഹെഡ്ഫോൺ വേണമായിരുന്നു. നല്ല ക്വാളിറ്റിയുള്ള നല്ല പാട്ടൊക്കെ അടിച്ച് പളന്ന് കേൾക്കാൻ പറ്റുന്ന ഒരു സാധനം. അങ്ങനെ ഞാൻ കുറേ അലഞ്ഞു. എനിക്ക് വയർലെസ് ഏതായാലും കുഴപ്പമില്ല, പക്ഷെ നല്ല ക്വാളിറ്റി വേണം എന്നുള്ളൊരു ഇതുണ്ട്. അപ്പോൾ JBLൻ്റെ വയേർഡായിട്ടുള്ള ക്വാണ്ടം 100 എന്നുള്ളൊരു സാധനം കണ്ടു. നല്ല ക്വാളിറ്റിയാണ് സാധനം, വയേർഡ് ഹെഡ്സെറ്റാണ്. പക്ഷേ ഞാൻ ഉദ്ദേശിച്ച ലെവൽ വന്നില്ല, വേണ്ട കിട്ടു. JBLൻ്റെ തന്നെ വേറൊരു സാധനമുണ്ട്, അതിൻ്റെ പേര് ട്യൂൺ 770NC. ഇതൊക്കെ ഓരോ ഷോറൂമിൽ പോയിട്ട് നൈസായിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കിയാണ്. അത് അത്യാവശ്യം നല്ല സാധനമാണ്. വയേർഡ് കണക്ട് ചെയ്യുമ്പോഴും അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. അങ്ങനെ ഞാൻ നോക്കിയിട്ട് എനിക്ക് പക്ഷേ അതിനപ്പുറം ഒരു ഔട്ട്പുട്ട് കിട്ടണം എന്നുള്ള ഒരു ഇതുള്ളത് കൊണ്ട് ഞാൻ വാങ്ങിച്ച സാധനമാണ് ഇതാ ഈ സാധനം, സൗണ്ട്കോർ Q30. അന്ന് ഞാൻ വാങ്ങിച്ചത് ഓഫർ പ്രൈസിന് 5300 രൂപയ്ക്കാണ്. ഇപ്പോൾ ഇത് കുറച്ചുകൂടി വില കൂടിയിട്ടുണ്ട്. ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം. ഇതെങ്ങനെ 5300 കിട്ടിയെന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ഇതുപോലെ പല പല ഗാഡ്ജറ്റുകൾക്ക് ഓഫറുകൾ വരുന്നുണ്ട്. അത് എനിക്ക് വാട്സാപ്പ് ചാനലുണ്ട്, അതുള്ളവർക്കറിയാം, എന്നെ ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ഇങ്ങനത്തെ സാധനങ്ങൾ വരുമ്പോൾ ഞാൻ ഇടും. ഞാൻ ഈ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന iPhone 16 Pro Max എനിക്ക് കിട്ടിയത് 92,000 രൂപയ്ക്കാണ്. അത് അന്ത ടൈമിൽ ആ സമയത്ത് വില 1,41,000. അതുപോലെ നമ്മൾ പ്രതീക്ഷിക്കാത്ത സാധനങ്ങൾ നല്ല വിലക്കുറവിൽ കിട്ടും. നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കിയോ, ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിരിക്കാം. ഇപ്പോൾ ഈ സാധനം ഇത് ഒരു വർഷമായിട്ട് ഉപയോഗിക്കണം, നല്ല കിട്ടില്ല സാധനം. ഞാൻ ഉദ്ദേശിച്ച സാധനം ഇതിനകത്ത് ഇത് തന്നെയായിരുന്നു. അതിന് ഒരു പെട്ടിയുണ്ട്, ഇതിങ്ങനെ വയ്ക്കാം, നല്ല ഫ്ലെക്സിബിളാണ്. ഉണ്ടാ ഇങ്ങനെ ഇങ്ങനെ എങ്ങനെ വേണമെങ്കിലും വലിച്ചു ചുരുട്ടി ഫ്ലെക്സിബിളാണ്, ഒന്നും ചെയ്യില്ല. ഉണ്ടാ ഒരു വർഷമായിട്ട് അത് ഇരിക്കണ ഇരിപ്പോക്ക്. ഒരു വർഷമായിട്ട് ഞാൻ യൂസ് ചെയ്യണേ, റെഗുലർലി ഇല്ല, എന്നാലും ഒരു ആഴ്ചയിൽ 2-3 ദിവസമൊക്കെ, ഒരാഴ്ചയിൽ ഒരു 4-5 മണിക്കൂർ ഞാനിത് യൂസ് ചെയ്യും. ഈ കവറിലാണ് അന്ന് കിട്ടിയത്. അന്ന് ഞാൻ ഈ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് അൺബോക്സിങ് ചെയ്യാൻ വേണ്ടി എടുത്ത് വെച്ചിരുന്ന വീഡിയോ ആണ്. താഴെ അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൽ ഒരു മാനുവലുണ്ട്, അതിൻ്റെ കൂടെ ഈ പെട്ടി കൂടി കിട്ടും. പെട്ടി നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ, ഇല്ലെങ്കിൽ ഈ സാധനം ചിലപ്പോൾ ഡാമേജ് ആയിപ്പോവും. നല്ല കിട്ടിലൊരു പെട്ടി തുറന്നു കഴിഞ്ഞാൽ ഇങ്ങനെ വളച്ചൊടിച്ച് പാമ്പ് വളഞ്ഞ് മറ്റേ ചട്ടിക്കകത്തിരിക്കും പോലെ ഇങ്ങനെ ഇരിക്കും. പിന്നെ വയേർഡ് ആയിട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു ഓക്സ് കേബിളും പിന്നെ എൻ്റെ USB ചാർജറും ചാർജിങ് കേബിളുമാണ് ഉള്ളത്. അപ്പോൾ ഇതാണ് അന്ന് വാങ്ങിച്ചപ്പം കിട്ടിയത്. ഇത് ഒരു വർഷത്തിന് ശേഷമാണ് ഞാനിപ്പം ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഇത് അതിന് മുമ്പേ എടുത്ത വീഡിയോ. ഇവിടെ ഇങ്ങനെയൊക്കെ കറക്കാം. നല്ല ബിൽഡ് ക്വാളിറ്റിയാണ് കേട്ടോ, അപാര ബിൽഡ് ക്വാളിറ്റി. പൊക്കം ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക. പിന്നെ നമുക്ക് ചെവിയിൽ കുഷൻ നന്നായിട്ട്, വേറെ ചെവി വേദന അങ്ങനെയൊന്നുമില്ല. ഇതിൻ്റെ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത് അല്പം വെയിറ്റ് കൂടുതലായിട്ട് ഫീൽ ചെയ്ത്. ഒരല്പം വെയിറ്റ് കുറേ നേരം നമ്മൾ ചേക്കുമ്പോൾ ചെറുതായിട്ട് കഴുത്ത് വേദന എടുക്കും പോലെ ഫീൽ ചെയ്ത്. പിന്നെ ANC-ൻ്റെ ഓഡിയോ ക്വാളിറ്റി, മൈക്ക് ക്വാളിറ്റി എന്ന് പറയുമ്പോൾ നമ്മളെ വയർലെസ് ആയിട്ടുള്ള ഹെഡ്ഫോണിനൊക്കെ ഉണ്ടാവുന്ന ഒരു ക്വാളിറ്റി ഇല്ല, അത് തന്നെയുള്ള. അതിനപ്പുറം ഒരു എൻഹാൻസ് ആയിട്ടുള്ള ഒരു പരിപാടി എനിക്കിത് തോന്നിയിട്ടില്ല. 60 മണിക്കൂറാണ് അവർ പ്ലേ ടൈം പറയുന്നത് വിത്തൗട്ട് ANC. വിത്ത് ANC-ൽ 40 മണിക്കൂറാണ്. ഞാനിതുവരെ കണ്ടിന്യൂസ് ആയിട്ട് ബാറ്ററി തീരണ വരെ ഇത് ഉപയോഗിച്ചിട്ടില്ല, അതുകൊണ്ട് കറക്റ്റായിട്ട് അറിയില്ല. പക്ഷേ നമ്മൾ കുറച്ച് സമയം ചാർജ് ചെയ്താൽ തന്നെ ഒരുപാട് സമയം നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് ഒരു 10 മിനിറ്റൊക്കെ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 4 മണിക്കൂർ കൂടുതൽ എന്തായാലും ഇത് കിട്ടും. 2 മൈക്കാണുള്ളത്. ഞാൻ പറഞ്ഞ വെയിറ്റ് നേരത്തെ പറഞ്ഞ പോലെ 260 ഗ്രാം ഉണ്ട്. എനിക്കൊരല്പം കൂടുതലായിട്ട് തോന്നി, നിങ്ങൾക്ക് ചിലപ്പോൾ പ്രശ്നമായിരിക്കില്ല. പിന്നെ ഇതിനകത്ത് തന്നെ സൗണ്ട് കോറിൻ്റെ ആപ്ലിക്കേഷൻ ഇടാം, അതിനകത്ത് തന്നെ ഈക്വലൈസർ കൺട്രോൾ ചെയ്യാം, നോയിസ് ക്യാൻസലേഷൻ കൺട്രോൾ ചെയ്യാം, ഒരുപാട് പരിപാടികൾ. ഇപ്പോൾ ഒരു വർഷം ഉപയോഗിച്ചിട്ട് പിന്നെ ബാറ്ററി ലൈഫ് പോവേ ഒന്നും ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. ഇത് Q30 എന്ന് പറഞ്ഞാൽ ഈ മോഡൽ ഒരു ഫ്ലാഗ്ഷിപ്പ് കില്ലറൊന്നുമല്ല, പക്ഷേ ഒരു ബഡ്ജറ്റ് വെച്ച് നോക്കുമ്പം ഈ പ്രൈസിൽ, അതായത് ഞാൻ വാങ്ങിച്ച ഒരു 6000-നകത്തുള്ള പ്രൈസിൽ ഏറ്റവും കൂടുതൽ സാധനം ഇത് തന്നെയാണെന്ന് എനിക്ക് നിസ്സംശയം തോന്നുന്നുണ്ട്. ഇപ്പോൾ 6000-ന് കിട്ടുമെന്ന് അറിയില്ല, ഇപ്പം കുറച്ചുകൂടി പ്രൈസ് ആയിട്ടാണ് കാണിക്കുന്നത്. ആമസോണിൽ ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്ത സമയത്ത് അവൈലബിൾ അല്ല. വരുമ്പം നിങ്ങൾ നോക്കിക്കോ. ഇനി ഇതിൻ്റെ ANC എങ്ങനെയുണ്ട്, സൗണ്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് ഞാനൊരു വീഡിയോയിൽ കാണിച്ചു തരാം. നമുക്ക് ഷാസിനെ ഒന്ന് വിളിക്കാം. ഇത് ഞാൻ ഒരു വർഷം മുമ്പേ എടുത്ത വീഡിയോ ആണ് അത്. അതിൽ ഞാൻ നല്ല റോഡ് തിരക്കുള്ള ഒരിടത്താണ് ഞാൻ നിൽക്കുന്നത്. നിങ്ങൾ ഫോൺ റെക്കോർഡിങ് സാധാ ഫോൺ ആയിക്കോട്ടെ മതി. റെക്കോർഡ് ഓഡിയോ ഓൺലി, ടേൺ ഓൺ റേഡിയോ ഓൺലി. ഓക്കെ. റെക്കോർഡിങ്. ഹലോ തിരുവനന്തപുരം ലൗഡ് ആൻഡ് ക്ലിയർ ആയിട്ട് കേൾക്കാം. നിങ്ങൾ തെക്ക് ചാനൽ തുടങ്ങിയ? ഞാൻ 2ാം ചാനലിൽ ഞാൻ വാങ്ങിക്കുന്ന സാധനത്തിന്റെ ചെറിയ റിവ്യൂ ഒക്കെ ഇടും. ആണോ? ഇത് ഞാൻ കുറെ നോക്കിയിട്ടാണ് ഒരു ഓവർ ഹെഡ് വാങ്ങിച്ചത്. അതില് നിങ്ങൾ പറഞ്ഞ മറ്റേ ഇതൊക്കെ നോക്കി, JBL ഒക്കെ. ആണോ? ഇപ്പൊ ഏതെടുത്ത്? സൗണ്ട് കോർ ലൈറ്റ് Q30. സ്പേസ് എന്തോ ഒരു സാധനമുണ്ട്. ലൈറ്റ് Q30 നല്ല Q30 അല്ലേ? നല്ല സാധനമാണ്. അത്യാവശ്യം പിന്നെ സ്പേസ് 1 എന്നോ അങ്ങനെ എന്തോ സാധനം കൂടെ ഉണ്ട്. അത് രണ്ടാ നല്ലതാ. ഇപ്പൊ ഞാൻ നല്ല ബ്ലോക്കുള്ള സ്ഥലത്ത് ചെറുതായിട്ട് വണ്ടി പോകുന്നൊക്കെ കേൾക്കാം, പക്ഷെ നിങ്ങൾ സൗണ്ട് കേൾക്കാം.
കുഴപ്പമില്ലല്ലോ. കുഴപ്പമൊന്നുമില്ല. മറ്റേ എക്സ്ട്രാ മൈക്ക് വാങ്ങിയൊന്നും ഇല്ല. ഇല്ല, എന്നാലും നിങ്ങൾ പറഞ്ഞ കേൾക്കാൻ പറ്റും. ട്രാൻസ്പെറൻസി മോഡ് ഇട്ട് കൊടുക്കട്ടെ. ഇത് എങ്ങനെയാണ് എവിടെയൊക്കെ പുതുക്കി എന്തെങ്കിലുമൊക്കെ വരും. ആ പാട്ട് വെള്ളം വെച്ച് ഓണം പോലെ കട്ടായ. ട്രാൻസ്പെറൻസി മോഡ് ആക്കി നോക്കിയതാ, കോൾ കട്ടായി. അപ്പോൾ നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഓവർ ഇയർ ഹെഡ്ഫോൺ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ സാധനം നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുകയാണ്. ആമസോൺ, ഫ്ലിപ്കാർട്ട്, അജിയോ, മിന്ത്ര മുതലായ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിലൊക്കെ കുറേ ഓഫർ ഡെയിലി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അറിയാതെ പോകുന്ന അത്തരം ഓഫറുകളൊക്കെ നമ്മുടെ വാട്സാപ്പ് ചാനലിൽ റെഗുലർലി അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ നമ്മളെ വാട്സാപ്പ് ചാനൽ ഒന്ന് ഫോളോ ചെയ്തോളി. ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ തന്നെയാണ് എൻ്റെ ഓണം.